മാർഗം എന്തായാലും ലക്ഷ്യം നന്നായാൽ മതി എന്നാണ്. എന്നാൽ ഇവിടെ മാർഗവും ലക്ഷ്യവും ഒരേപോലെ വഴിവിട്ടതാണ്. ലക്ഷ്യം ആഡംബര ജീവിതമായിരുന്നു, മാർഗം ഭാര്യ വിദേശത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ദൂർത്തടിക്കലും. ഒടുവിൽ ഭാര്യ നാട്ടിലേക്ക് വരുമെന്നായതോടെ ഇരിക്കപ്പുറത്ത് മുട്ടിയ വിദ്വാൻ കണ്ടെത്തിയ മറ്റൊരു മാർഗം ബാങ്ക് കൊള്ളയടിക്കലായിരുന്നു. ചാലക്കുടി ആശാരിക്കാട് സ്വദേശി റിജോ ആന്റണിയാണ് ബാങ്കിൽ കത്തികാട്ടി കവർച്ച നടത്തിയതിനു പിടിയിലായത്. ഇയാളിൽ നിന്ന് 10 ലക്ഷം രൂപ കണ്ടെടുത്തതായാണ് വിവരം. പ്രത്യേക അന്വേഷണ സംഘമാണ് ഇയാളെ പിടികൂടിയത്. സംഭവം നടന്ന് 36 മണിക്കൂറിന് ശേഷമാണ് മോഷ്ടാവ് പിടിയിലായത്. ചാലക്കുടിക്കടുത്ത് കോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ വെള്ളിയാഴ്ച ഉച്ചഭക്ഷണ സമയത്തായിരുന്നു സംഭവം. കറുത്ത ഹെൽമറ്റും ജാക്കറ്റും കയ്യുറകളും ധരിച്ചായിരുന്നു മോഷണം. കോട്ട ഫെഡറൽ ബാങ്കിൽ പട്ടാപ്പകൽ വെറും കത്തി മാത്രം ഉപയോഗിച്ച് കൊള്ളയടിക്കാൻ പ്രതി റിജോ ആന്റണി നടത്തിയത് വൻ ആസൂത്രണമാണ്. ആഴ്ചകൾക്ക് മുൻപേ ഇതിന്റെ ഒരുക്കങ്ങൾ ഇയാൾ തുടങ്ങിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ബാങ്കിന് എതിർവശത്തുള്ള പള്ളിയിൽ എത്തിയപ്പോഴാണ് പ്രതിയുടെ ശ്രദ്ധയിൽ ബാങ്ക് പെടുന്നത്. മോഷണം നടത്തുന്നതിന് 4 ദിവസം മുൻപ് ഇയാൾ ബാങ്കിലെത്തി. കാലാവധി കഴിഞ്ഞ ATM കാർഡുമായിട്ടാണ് വന്നത്. ഈ കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കാനാവുന്നില്ലെന്ന് പരാതി പറയാനെന്ന മട്ടിലെത്തി ചുറ്റുപാടുകൾ നിരീക്ഷിച്ചു. ആളുകൾ ഏറ്റവും കുറച്ചുണ്ടാകുന്ന സമയവും നിരീക്ഷിച്ചു. ബാങ്കിന് തൊട്ടടുത്ത കോട്ടാപ്പള്ളിയിൽ 2-ാം വെള്ളിയാഴ്ചയും 3-ാം വെള്ളിയാഴ്ചയും കുർബാനയില്ലെന്നതും കണക്കിലെടുത്തു. ശരീരം മുഴുവൻ മൂടുന്ന തരത്തിലുള്ള വസ്ത്രം ധരിക്കാനും വാഹനം തിരിച്ചറിയാതിരിക്കാനും മുൻകരുതലെടുത്തതിനും പുറമെ മറ്റു നിരവധി കാര്യങ്ങളും ഇയാൾ ശ്രദ്ധിച്ചിരുന്നു. ബാങ്കിലെത്തി 3 മിനിറ്റ് കൊണ്ടാണ് ഇയാൾ മോഷണം പൂർത്തിയാക്കിയത്. 47 ലക്ഷം രൂപയിൽ 15 ലക്ഷം രൂപ മാത്രമേ ഇയാൾ എടുത്തിരുന്നുള്ളൂ. ഇയാൾ മുറിയിൽ പൂട്ടിയിട്ട ബാങ്ക് ജീവനക്കാർ ഫോൺ ചെയ്യുന്നതും മറ്റും കേട്ടതോടെയാണ് പണം മുഴുവൻ മോഷ്ടിക്കാഞ്ഞത് എന്നാണ് പോലീസ് പറയുന്നത്. മോഷണത്തിനായി വീട്ടിൽ നിന്നിറങ്ങി തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ 3 നിന്ന് വസ്ത്രം മാറുമ്പോഴും CCTV ക്യാമറ ഇല്ലെന്ന് ഉറപ്പാക്കി. ഗ്ലൗസ് വരെ മാറ്റുകയും ചെയ്തു. മോഷണത്തിനു ശേഷം ഇടറോഡുകളിലൂടെയും റോഡ് മാറിയുമെല്ലാം സഞ്ചരിച്ച് പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കാനും ശ്രമിച്ചു. മോഷണത്തിനെത്തിയപ്പോൾ സ്കൂട്ടറിന് റിയർ വ്യൂ മിറർ ഇല്ലായിരുന്നു. മോഷണത്തിനു ശേഷം CCTVയെ വെട്ടിക്കാൻ കടന്നുകളയുന്നതിനിടെ റിയർ വ്യൂ മിറർ വെച്ചുവെന്നും പ്രതി ഉപയോഗിച്ചത് വ്യാജ നമ്പർ പ്ലേറ്റ് ആയിരുന്നുവെന്നും തൃശൂർ റൂറൽ SP പറഞ്ഞു. മോഷണ സമയത്ത് ഹിന്ദിയാണ് ഇയാൾ സംസാരിച്ചിരുന്നതും. പിടിയിലാകില്ലെന്ന ആത്മവിശ്വാസത്തിലായിരുന്ന പ്രതി മോഷണം സംബന്ധിച്ച വാർത്തകളെല്ലാം ഫോണിലൂടെയും അറിയുന്നുണ്ടായിരുന്നു. എങ്കിലും വീട് വിട്ട് പോയിരുന്നില്ല. പോലീസ് തേടിയെത്തിയപ്പോൾ പ്രതിക്ക് അത് വലിയ ആഘാതമായി. പ്രതിബന്ധങ്ങളെല്ലാം തട്ടിമാറ്റി പ്രതിയിലേക്ക് എത്താനായത് പോലീസിന് വൻ നേട്ടവുമായി. ഒരു സ്കൂട്ടറും 2 ടീഷർട്ടുകളും കൊണ്ട് പ്രതി പോലീസിനെ വഴിതെറ്റിച്ചെങ്കിലും ബാങ്കിന്റെ ടവർ ലൊക്കേഷനിൽ നിന്ന് മൊബൈൽ നമ്പർ സ്വന്തമാക്കിയ പോലീസ് പ്രതിയെ കുടുക്കുകയായിരുന്നു. മോഷണ സമയം ബാങ്കിന്റെ സമീപമുള്ള ടവർ ലൊക്കേഷനിൽ വന്ന എല്ലാ മൊബൈൽ നമ്പറുകളും ശേഖരിച്ച പോലീസ് ഈ മൊബൈൽ നമ്പറുകളും അതിന്റെ ഉടമസ്ഥരുടെ വിവരങ്ങളും CCTV ദൃശ്യങ്ങളുമായി ഒത്തുനോക്കി. ഇത് പ്രയാസമേറിയ ജോലിയായിരുന്നുവെങ്കിലും ഒരു നിശ്ചിത നമ്പർ ലൊക്കേഷനിൽ അടുപ്പിച്ചു വരുന്നതായി കണ്ടുപിടിച്ചു. ടീഷർട്ട് ഇട്ട ഒരാളുടെ ദൃശ്യം CCTVകളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്തതോടെയാണ് പ്രതിയിലേക്ക് പോലീസ് എളുപ്പത്തിൽ എത്തിയത്. പണം മോഷ്ടിച്ചതാണെങ്കിലും അതിൽ നിന്ന് ഒരു കുപ്പി വാങ്ങുകയും 2.9 ലക്ഷം രൂപ കടം വീട്ടുകയും ചെയ്തിരുന്നു. ഒരു കൊള്ളയെ സോഷ്യൽ മീഡിയ ചിരിച്ചുകൊണ്ട് ആഘോഷിക്കുന്നുണ്ട് എങ്കിലും ധൂർത്തിനും മദ്യത്തിനും വേണ്ടി എന്ത് കടുകയും ചെയ്യാവുന്ന തരത്തിലേക്ക് തരം താഴ്ന്ന മനുഷ്യന്റെ ചിന്താഗതി ഭയക്കേണ്ടത് തന്നെയാണ്.